മധ്യമഹേശ്വര യാത്രക്കിടയിലാണ് മറ്റൊരു ഗ്രാമത്തിലേക്ക് ഒരു റോഡ് നിർമ്മിക്കുന്ന കാഴ്ച കണ്ടത്. അവിടെയുള്ള ജോലിക്കാരുമായി സംസാരിച്ചപ്പോഴാണ് അവരതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തന്നത്. കുത്തനെയുള്ള മലഞ്ചരിവുകൾ വശം ചെത്തിയെടുത്താണ് ഇവർ റോഡുകൾ നിർമ്മിക്കുന്നത്. അങ്ങനെ തലേന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തീർന്ന ഒരു 100 മീറ്ററോളം ഭാഗം പിറ്റേന്ന് തിരിച്ചു വന്നപ്പോൾ ആ ഭാഗം പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നതാണ് കണ്ടത്. അവരാ ഭാഗത്ത് അധികം താഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ നിന്നും മണ്ണിട്ട് പൊക്കി ഉയർത്തിയെടുക്കുന്ന ജോലികൾ നടക്കുകയാണ്. കുത്തനെയുള്ള ചെരിവുകൾ, ഉറപ്പില്ലാത്ത പാറക്കൂട്ടങ്ങൾ, കനത്ത മഞ്ഞുവീഴ്ച, ഹിമപാതങ്ങൾ, മണ്ണിടിച്ചിൽ, പരിസ്ഥിതിലോലമായ പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള കഠിനമായ ഭൂപ്രദേശങ്ങൾ കാരണം റോഡ് നിർമ്മാണം എന്നത് കനത്ത വെല്ലുവിളി തന്നെയാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് റോഡ് നിർമ്മിക്കുന്നതിന് മുൻപുള്ള മാപ്പിങ്ങും വലിയ ബുദ്ധിമുട്ടാണത്രേ. കാരണം ഈ മലഞ്ചരിവുകളിലൂടെ ഇതിനുള്ള ഉപകരണങ്ങളുമായി കയറിപ്പോവുക എന്നതും വെല്ലുവിളിയാണ്. റോഡ് നിർമ്മാണത്തിനിടെ JCBകളും വാഹനങ്ങളും ഉൾപ്പെടെ ഗർത്തങ്ങളിലേക്ക് വീണു പോകുന്നതും സാധാരണമാണ്. വരുന്ന വഴികളിൽ പലയിടത്തും ലോറികളും JCBകളുമൊക്കെ താഴെ കിടക്കുന്നതും കാണാം. മിക്കവാറും കേസുകളിൽ അവരത് ഉപേക്ഷിക്കുക തന്നെയാണ് പതിവ്. കാരണം അഗാധതയിൽ നിന്ന് അത് ഉയർത്തിയെടുക്കുക എന്നത് പലപ്പോഴും സാധ്യമാവാറില്ല. അവർ പറയുകയാണ്, ചില ഭാഗങ്ങളിൽ തുരന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മലയുടെ ആ ഒരു ഭാഗം തന്നെ മുകളിൽ നിന്ന് ഊർന്നു താഴേക്ക് പോരുക. ഇവരുടെ ജോലികൾ കണ്ടാൽ തന്നെ നമുക്ക് ഭയമാകും. തലയ്ക്ക് മുകളിൽ ഭീമാകാരമായ പാറക്കൂട്ടങ്ങൾ, ഒന്നനങ്ങിയാൽ താഴേക്ക് വീഴുമെന്ന മട്ടിലാണവ. ഉറപ്പില്ലാത്ത പാറക്കൂട്ടങ്ങളുള്ള ഭാഗങ്ങളിൽ ഡ്രില്ല് ചെയ്യുന്ന ആഘാതം പോലും താങ്ങാൻ അവയ്ക്ക് കെൽപ്പുണ്ടാവില്ല. അതിൻ്റെ ആഘാതത്തിൽ ആ ഒരു ഭാഗം മുകളിൽ നിന്ന് തന്നെ തകർന്ന് താഴേക്ക് വീഴും. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഇവരുടെ ജോലികൾ മുന്നോട്ട് പോകുന്നത്. ഹരിദ്വാർ, ബദരീനാഥ്, കേദാർ റൂട്ടിലൊക്കെ പോകുമ്പോൾ തന്നെ കാണാം പല ഭാഗങ്ങളിലും നല്ല വീതികൾ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ പകുതിയിലധികം അടർന്ന് താഴേക്ക് പോയിരിക്കുന്നത്. വശങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളും അവിടെയുള്ള സ്ഥാപനങ്ങളും വീടുകളും എല്ലാം ഉൾപ്പെടെയാവും മിക്കവാറും താഴേക്ക് പതിക്കുക. ചില സ്ഥലങ്ങളിൽ വലിയ ചെരുവുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതും ഇരുമ്പുവലകൾ സ്ഥാപിക്കുന്നതുമെല്ലാം കാണാം. ചില ഭാഗങ്ങളിൽ വലിയ കരിങ്കൽ ഭിത്തികളും. പക്ഷേ പ്രകൃതിയുടെ ശക്തിക്ക് മുൻപിൽ ഇതെല്ലാം നിസാരം മാത്രം. കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങളും കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഉയർന്ന കാറ്റും ഉൾപ്പെടെയുള്ള തീവ്രമായ കാലാവസ്ഥയാണ് മിക്കവാറും ഹിമാലയത്തിൽ അനുഭവപ്പെടുന്നത്. ഇത് റോഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഹിമാലയത്തിലെ പല പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ തന്നെ നിർമ്മാണ സാമഗ്രികളും ഉപകരണങ്ങളുമൊക്കെ കൊണ്ടുപോകുന്നതും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഹിമാലയം. റോഡ് നിർമ്മാണം അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും. ഉയർന്ന ഉയരങ്ങളിൽ ഓക്സിജൻ്റെ അളവ് തീരെ താഴ്ന്നതായതുകൊണ്ട് തന്നെ അത് നിർമ്മാണ തൊഴിലാളികളുടെ ആരോഗ്യത്തെയും ബാധിക്കും. Você?